പൃഥ്വിരാജ് സുകുമാരൻ്റെ ഫസ്റ്റ് ഡയറക്ടറൽ ഡെബ്യൂ. മുരളി ഗോപി എഴുതി, മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, വിവേക് ഒബ്റോയ് പോലുള്ള വളരെ വലിയ താരങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച മലയാളത്തിലെ എക്കാലത്തെ മികച്ച ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലൊന്ന്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂസിഫർ 28/3/2019 ഇറങ്ങിയ മലയാളത്തിലെ എക്കാലത്തെ മികച്ച പൊളിറ്റിക്കൽ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് ലൂസിഫർ. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഫസ്റ്റ് ഡയറക്ടറൽ ഡെബ്യൂ ആയിരുന്നു ഈ സിനിമ. മുരളി ഗോപിയാണ് ഈ സിനിമ റൈറ്റ് ചെയ്തിരുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം ഈ സിനിമ റിലീസാവാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഡിഗ്രി എക്സാമിൻ്റെ അന്നാണ് ഈ സിനിമ റിലീസാവുന്നത്. സോ എനിക്ക് ലാബ് എക്സാം എഴുതിയിട്ട് ഫസ്റ്റ് ഓഫ് കോഴ്സ് കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ കാണണം. കാരണം അന്ന് ഈ സിനിമ ഇറങ്ങിയ ശേഷം ഈ സിനിമയിൽ ഒരുപാട് ലീക്കും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ സ്പോയിലർ ആവാതെ ഇരിക്കാൻ തന്നെ ഏകദേശം എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എൻ്റെ കോളേജിൽ നിന്ന് തിയേറ്ററിലേക്ക് ഓടിയ ദൂരം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സോ അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. സോ അഗെയിൻ ലൂസിഫറിലേക്ക് വരികയാണെങ്കിൽ, ലൂസിഫർ എന്ന സിനിമ അതുവരെ മലയാള സിനിമ കാണാത്ത ഒരു സ്കോപ്പിൽ തിയേറ്ററിലേക്ക് എത്തിയൊരു സിനിമയായിരുന്നു. ഈവൻ സിനിമയുടെ ആ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ അനോഗ്രാഫിക് ഫോർമാറ്റിൽ 1:2:8 ആസ്പെക്ട് റേഷ്യോയിൽ വന്നൊരു ഫോർമാറ്റിൽ നമ്മൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു തരം സിനിമയായിരുന്നു ലൂസിഫർ. ലൂസിഫറിൻ്റെ കഥ കേരള പൊളിറ്റിക്സിനെ ബേസ് ചെയ്താണ് എടുത്തുകൊണ്ട് പോയതെങ്കിലും സിനിമയിൽ ഒരുപാട് ലേയേഴ്സുള്ള, ഒറ്റ നോട്ടത്തിൽ അതൊരു ആക്ഷൻ സിനിമ, ഒരു ആക്ഷൻ മാസ് മസാല സിനിമയായിട്ട് തോന്നിയാലും ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു സിനിമയാണ്. മുരളി ഗോപി എന്ന റൈറ്റർ എന്തുമാത്രം എഫേർട്ട് എടുത്ത് എഴുതിയ കഥയാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം ആ സിനിമ വീണ്ടും വീണ്ടും കാണാനെടുത്ത് നമുക്ക് ഒരുപാട് ലേയേഴ്സ് ആ സിനിമയിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ സിനിമ ആ ഒരു സമയത്ത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയൊരു സിനിമയായിരുന്നു. മോഹൻലാൽ നടനെയും തിരിച്ച് അദ്ദേഹത്തെ ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് ഹേറ്റേഴ്സിന് കാണിച്ചു കൊടുത്തൊരു സിനിമയും കൂടെയായിരുന്നു ലൂസിഫർ. ഏകദേശം 30 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 125 to 130 കോടി രൂപ നേടിയെന്ന് പറയപ്പെടുന്നു. അത് മാത്രമല്ല, സിനിമയുടെ സാറ്റലൈറ്റ് അതുപോലുള്ള കച്ചവടത്തിൽ നിന്ന് പടം 200 കോടിയോളം രൂപ മൊത്തമായിട്ട് പടം നേടിയിട്ടുണ്ട്. നിലവിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 6ാമത്തെ സിനിമയാണ് ലൂസിഫർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട സിനിമയുടെ സിനിമോട്ടോഗ്രാഫിയാണ്. ഈ സിനിമയുടെ സിനിമോട്ടോഗ്രാഫി അന്ന് ചെയ്തിരുന്നത് സുജിത് വാസുദേവ് ആയിരുന്നു. ഒന്നൊരു ഫാൻറ്റാസ്റ്റിക് ഷോട്ട്സാണ് സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്ര മനോഹരമായിട്ട് സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഈ പടത്തിൻ്റെ മ്യൂസിക്കാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നൊരു മലയാള സിനിമയിൽ ഒരു തമിഴ് പാട്ടിട്ട് ആ സീനിനെ വളരെ നന്നായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറുള്ള ദീപക് ദേവ്. സെക്കൻഡ് പാർട്ടിലും അദ്ദേഹത്തിൻ്റെ ഒരു മാജിക് നമുക്ക് കാണാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് വളരെ ഒരു വേറെ ലെവലിൽ ആ ഒരു തമിഴ് പാട്ട് വരുന്നത് പ്രതീക്ഷിച്ചിരുന്നില്ല. ആൻഡ് ആ ഒരു സീനിന് തന്നൊരു എലിവേഷൻ, ആ ഒരു ഫൈറ്റ് സീനിന് ആ ഒരു മ്യൂസിക് കൊടുത്ത എലിവേഷൻ വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സ് പോർഷൻ ആയിക്കോട്ടെ, പടത്തിൽ നിന്ന് BGMs ആയിക്കോട്ടെ, എല്ലാം തന്നെ മനോഹരമായിട്ട് ദീപക് ദേവ് എന്ന മ്യൂസിക് ഡയറക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. ലൂസിഫർ എന്ന സിനിമ അതുവരെ മലയാളം കാണാത്ത ഒരു ഗ്രാൻഡറിലായിരുന്നു സിനിമ ഒരുങ്ങിയിരുന്നത്. നോക്കുകയാണെങ്കിൽ ഒരു 500-600 ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ ഒരു സെറ്റിൽ കൊണ്ടുവന്ന് അത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് മലയാള സിനിമ അതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ ആയിരുന്നു. അഫ്കോഴ്സ് സിനിമകൾ നടന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഒരു ഒരു ലാർജ് സ്കെയിലിൽ നടന്നൊരു സിനിമയായിരുന്നു ലൂസിഫർ. അതുമാത്രമല്ല, സിനിമയുടെ കഥ നടക്കുന്നത് ഒരു കേരള പൊളിറ്റിക്സ്, ഒരു പൊളിറ്റിക്സിനെ ബേസ് ചെയ്താണ് എടുത്തുകൊണ്ട് പോകുന്നത്. PK രാംദാസ് എന്ന ഒരു പൊളിറ്റീഷ്യൻ, അദ്ദേഹത്തിൻ്റെ മരണത്തിനെ തുടർന്നുണ്ടാകുന്ന ആ പൊളിറ്റിക്കൽ ഗെയിം, അതിലേക്ക് ഗോവർദ്ധൻ എന്ന് പറയുന്ന ഇന്ദ്രജിത്ത് സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ വിശദീകരണത്തിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. സിനിമയുടെ ഓപ്പണിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഡ്രഗ് നമ്മളെ സൊസൈറ്റിയിലേക്ക് ഉള്ളിൽ വരുന്നതും അത് നമ്മളെ സൊസൈറ്റി എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. നമ്മളുടെ കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം 6 വർഷം മുമ്പ് തന്നെ മുരളി ഗോപി എന്ന റൈറ്റർ അന്ന് തന്നെ എഴുതി വെച്ചിട്ടുള്ളത് വളരെ വലിയൊരു കാര്യമായിരുന്നു. ഈ സിനിമയിൽ ആ ഒരു നമുക്ക് സിനിമയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ഗോവർദ്ധൻ്റെ വാക്കുകളാണ്. PK രാംദാസിൻ്റെ മരണം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിലേക്ക് ആരൊക്കെ വരും, അവർ 5 പേരുണ്ട് എന്നും, മൂത്ത മകൾ പ്രിയദർശിനി, രണ്ടാമത്തെ മകൻ ടൊവിനോ ഉപയോഗിക്കുന്ന രാംദാസ്, ജതിൻ രാംദാസ് എന്ന കഥാപാത്രം, അതുപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി, PKRൻ്റെ മാനസപുത്രൻ എന്നൊക്കെ പറയപ്പെടുന്ന കഥാപാത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ കഥയിൽ വില്ലനായിട്ടുള്ള ബിബൽ നായർ എന്നറിയപ്പെടുന്ന ബോബി എൻട്രി ആവുന്നത്. ബോബി പ്രിയദർശിനി രാംദാസിൻ്റെ 2ാം ഭർത്താവാണ്. ഈസ് എ ക്രിമിനൽ. ആ ഒരു കാര്യം അറിയാത്തത് പ്രിയദർശിനിക്ക് മാത്രമാണ്. അത് മാത്രമല്ല, പ്രിയദർശിനിക്ക് ആദ്യത്തെ വിവാഹത്തിലുള്ള
മകളെ എന്താ പറയുക വല്ലാത്ത രീതിയിൽ എന്താ പറയുക ഒരു സെക്സ് ടോയ് ആയിട്ട് ഉപയോഗിക്കുന്ന ബോബിയെ നമുക്ക് സിനിമയ്ക്കകത്ത് കാണാൻ കഴിയും. ഒരു ഈവിളായിട്ടുള്ള കഥാപാത്രം ആയിട്ട് തന്നെയാണ് ബോബി എന്ന വിപുൽ നായറിനെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവേക് ഒബ്രോയാണ് കഥാപാത്രം ചെയ്തിരിക്കുന്നത്. വിവേക് ഒബ്രോയുടെ ഫസ്റ്റ് മലയാളം ഡെബ്യൂയും കൂടെയായിരുന്നു ആ ഒരു സിനിമ. സോ തുടർന്ന് നമ്മളുടെ ഈ ഒരു IUF എന്ന പാർട്ടിയിലേക്ക് ഡ്രഗ് ഫണ്ടിങ് കൊണ്ടുവരാൻ തീരുമാനിക്കുന്ന ബോബി, അതിനെ എതിർക്കുന്ന സ്റ്റീഫൻ എന്ന കഥാപാത്രം, തുടർന്ന് ഇവർക്കുണ്ടായ ആ ഒരു ഇത് എവിടെ പോയി നിന്നു, ബോബിയുടെ കയ്യിൽ നിന്ന് ഇവരെയൊക്കെ രക്ഷിച്ചോ സ്റ്റീഫൻ എന്ന് പറയുന്ന, രാഷ്ട്രീയത്തിന് രക്ഷിച്ചോ അല്ലെങ്കിൽ PKRൻ്റെ കുടുംബത്തിന് രക്ഷിച്ചോ എന്ന് പറയുന്ന ഒരു ലൈനാണ് സ്റ്റോറിക്കുള്ളത്. എങ്കിലും ഒരുപാട് ലേയേഴ്സ് ഉള്ള സിനിമയാണ്. സിനിമയിലെ ക്ലൈമാക്സിൽ നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മൾ കാണുന്ന ഒരു സാധാ കേരളത്തിലൊരു പൊളിറ്റീഷ്യൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹം ഉണ്ടാക്കിയ വളരെ വലിയൊരു സാമ്രാജ്യമുണ്ട്. അവിടെ അദ്ദേഹം ഖുറേഷി എബ്രാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സഹായിയാണ് സായിദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജ് എന്ന കഥാപാത്രം. സോ സായിദ് ആ ഒരു കഥയെപ്പറ്റി ലൂസിഫർ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. നമ്മളുടെ ഖുറേഷി എബ്രാം ആരാണ് ജസ്റ്റ് ഒരു ഹിൻഡ് മാത്രം തന്നിട്ടുണ്ടാവും. ലോകത്തെല്ലായിടത്തും ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ നെക്സസ് ആവുന്ന വലിയൊരു എന്താ പറയുക ഒരു ഓർഗനൈസേഷൻ, ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ്റെ ഒരു ഹെഡാണ് എന്നൊരു ഐഡിയ മാത്രം തന്ന സിനിമ നിൽക്കുന്നത്. ആ സിനിമയുടെ എൻഡിങ് കാണാൻ നേരത്ത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ പടത്തിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടാകും. കാരണം ആ ഒരു സമയത്തിന് പടത്തിൽ സെക്കൻഡ് പാർട്ട് ആരും ഉണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല, ആരും അനൗൺസ് ചെയ്തിട്ടില്ല. ഈ പടത്തിൻ്റെ 50ാമത്തെ ദിവസത്തിൻ്റെ അന്നാണ് സിനിമയിൽ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്യുന്നത്. തുടർന്ന് ഈ പടത്തിൻ്റെ ഒരു 3ാം പാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പം കണ്ടത് ചെറിയൊരു ഐസ്ബർഗ് ആണെന്ന് മാത്രമാണ് നമ്മളുടെ റൈറ്ററായിട്ടുള്ള മുരളി ഗോപി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് നാളെ 6 മണിക്ക് നമ്മൾ എമ്പുരാൻ എന്ന സിനിമ കാണാൻ പോവുകയാണ്. ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലോകം, സ്റ്റീഫൻ നെടുമ്പള്ളി ഇതുവരെയും കാണിക്കാത്ത അദ്ദേഹം ആ ഒരു 26 വർഷങ്ങൾ മറഞ്ഞു നിന്ന് എന്ത് ആണ് അദ്ദേഹം കെട്ടിപ്പടുത്തിയത്, എന്ത് തരം ഓർഗനൈസേഷൻ്റെ തലപ്പത്താണ് ഈ ഒരു കഥാപാത്രം ഇരിക്കുന്നത്, എബ്രാം ഖുറേഷി ആരാണ് എന്നാണ് ഈ ഒരു സിനിമ പറയാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എത്ര പേര് സിനിമ കാണാൻ വെയിറ്റിംഗ് ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എത്ര പേര് ലൂസിഫർ റീസെൻ്റായിട്ട് കണ്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.